വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിൽ ഇസ്രയേൽ ഒരാഴ്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ 700-ലധികം പേർ കൊല്ലപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകളിലേക്ക് മടങ്ങുന്നതിനു പകരം കൂട്ടക്കൊലകളുടെ പാതയിൽ തുടരുമെന്ന സൂചനയാണ് ഇസ്രയേൽ നൽകുന്നത്. ഗാസയിലെ ആരോഗ്യ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടാണ് പ്രതിരോധ സേന ആക്രമണം നടക്കുന്നത്. യുദ്ധക്കെടുതി നിറഞ്ഞ പ്രദേശത്തെ ഏക ക്യാൻസർ ആരോഗ്യ കേന്ദ്രമായ തുർക്കിഷ് പലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രി ഇസ്രയേൽ തകർത്തു. തുർക്കി നിർമ്മിച്ചതും ഗാസയിലെ പ്രാദേശിക അധികാരികളുടെ നിയന്ത്രണത്തിലുമാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഗാസയെ വാസയോഗ്യമല്ലാതാക്കുക എന്ന ഇസ്രയേലിന്റെ വിശാല നയത്തിന്റെ ഭാഗമാണ് ആശുപത്രികൾക്കെതിരായ നടപടിയെന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. ഖാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ സർജിക്കൽ യൂണിറ്റിൽ നടന്ന ആക്രമണത്തിലൂടെയാണ് ആരോഗ്യ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നടപടികൾ ഇസ്രയേൽ പുനരാരംഭിച്ചത്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗമായ ഇസ്മായിൽ ബർഹൂമും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഗാസയിലെ വംശഹത്യക്കിടെ IOF നടത്തിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ പതിവായി അഭിമുഖം നടത്തിയിരുന്ന 4 വിദേശ ഡോക്ടർമാരെ ലക്ഷ്യം വെച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മാധ്യമപ്രവർത്തകർക്കെതിരായ ആസൂത്രിത ആക്രമണവും ഇസ്രയേൽ പുനരാരംഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച 1 മണിക്കൂറിനുള്ളിൽ 2 വ്യത്യസ്ത ആക്രമണങ്ങളിലായി 2 പലസ്തീൻ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ കൊലപ്പെടുത്തിയ അൽ ജസീറ പത്രപ്രവർത്തകൻ ഹൊസാം ഷബാത്തിന്റെ കുടുംബം അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കുകയാണ്. ഗാസയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം അറിയുന്നതിനായി സ്വയം ത്യാഗം ചെയ്ത ഒരു രക്തസാക്ഷി എന്ന നിലയിൽ തന്റെ 23 വയസ്സുള്ള മകനെ ഇസ്രയേൽ കൊന്നു എന്ന വാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാതെ അവൾ കരയുകയാണ്. തിങ്കളാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് അൽ ജസീറ മുബാഷർ പത്രപ്രവർത്തകനായ ഹൊസാം ഷബാത്ത് കൊല്ലപ്പെട്ടത്. പത്രപ്രവർത്തനത്തിന് പുറമെ ഹൊസാം തന്റെ നീക്കങ്ങളും ബന്ധങ്ങളും ഉപയോഗിച്ചു. അത് ലഭ്യമല്ലാത്ത ആളുകൾക്ക് മാനുഷിക സഹായം എത്തിക്കാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നുണ്ട്. ഗാസയുടെ വടക്കൻ ഭാഗത്തേക്ക് മടങ്ങിയെത്തിയ മകന്റെ ചിത്രം വരയ്ക്കാൻ അമൽ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഇസ്രയേലി ആക്രമണത്തിൽ അവൻ നഷ്ടപ്പെടുന്നു. ഞങ്ങൾ തെക്കോട്ട് കുടിയിറക്കപ്പെട്ടപ്പോൾ അവൻ ഞങ്ങളോടൊപ്പം ഒരു വഴിയിലൂടെ നടന്നു. പക്ഷേ ഇവിടെ നിന്നും പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ നുസൈറാത്തിലായിരുന്നപ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വരാൻ അപേക്ഷിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം വിസമ്മതിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. വടക്കൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ രേഖപ്പെടുത്താൻ ഹൊസാം ദൃഢനിശ്ചയം ചെയ്തിരുന്നതായി മഹ്മൂദ് പറയുന്നുണ്ട്. കാരണം കവറേജ് ഇല്ലെങ്കിൽ ആക്രമണം മറച്ചുവെക്കപ്പെടുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഹൊസാം വടക്കൻ പ്രദേശത്ത് തന്നെ താമസിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒടുവിൽ ജനുവരി അവസാനം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കുടുംബത്തിന് ഗാസ സിറ്റിയിലേക്ക് മടങ്ങാൻ കഴിഞ്ഞു. ഹൊസാമുമായും വീണ്ടും ഒന്നിക്കാനും. പക്ഷേ അപ്പോഴും അവനോടൊപ്പം സമയം ചെലവഴിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നുവെന്നും അവൻ ജോലി ചെയ്തിരുന്നിടത്തെല്ലാം പോകാൻ അവൾ നിർബന്ധിതയായിരുന്നുവെന്നും അമൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്രയേൽ തന്നെ കൊല്ലുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും എന്നാൽ താൻ ചെയ്യുന്നത് തുടരേണ്ടത് തന്റെ കടമയാണെന്നും തനിക്ക് തോന്നിയെന്നും ഹൊസാം തന്റെ കുടുംബത്തോട് പറയാൻ തുടങ്ങിയിരുന്നു. ഗാസയിൽ ഒരു പത്രപ്രവർത്തകനാവുക എന്നത് സത്യം പറയുക എന്നതിന്റെ അർത്ഥം കൊലപ്പെടുക എന്നാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹൊസാമിന് മുമ്പ് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ഒരിക്കൽ കൊല്ലപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നുവെന്നും മഹ്മൂദ് പറയുന്നുണ്ട്. തന്റെ മകൻ അപകടത്തിലേക്ക് കുതിക്കുന്നത് കാണുന്നത് അമലിന് എളുപ്പമുള്ള കാര്യമായിരുന്നില്ലെന്നും അവർ പറയുന്നുണ്ട്. ആരെങ്കിലും അവനെ വിളിക്കുമ്പോഴോ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചുവെന്ന് പറയുമ്പോഴോ അവൻ പറന്നു പോകുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവൻ ഒരു പക്ഷിയെപ്പോലെയായിരുന്നു. എവിടെ നാശം സംഭവിച്ചാലും എവിടെ മരണം സംഭവിച്ചാലും അവൻ അവിടേക്ക് പോകും. എനിക്ക് ഭയമായിരുന്നു. അപകടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ അവനോട് പറയുമായിരുന്നുവെന്നും അവർ പറയുന്നു. പക്ഷേ അവൻ മറുപടി പറയുന്നത്, അമ്മേ, ഞാൻ വീട്ടിലാണെങ്കിൽ പോലും നീ എന്നെ കൈകളിൽ ഒളിപ്പിച്ചാലും അവർ എന്നെ കൊല്ലുമെന്ന് എഴുതിയിട്ടുണ്ട്. ഞാനൊരു രക്തസാക്ഷിയാണ് എന്ന് എനിക്കറിയാം. അവൻ എന്നോട് പറയുന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊരു യാത്രയിലാണെന്ന് കരുതുക എന്നായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അവൾ അവനെ കാത്തിരിക്കുമായിരുന്നു. അവൻ സുഖമായിരിക്കുകയാണോ അതോ കൊല്ലപ്പെട്ടോ എന്ന് എല്ലാ ദിവസവും രാവിലെ കേൾക്കാൻ അവർ കാത്തിരുന്നു. ഫോണുകൾ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൾ ഭയപ്പെടുകയും ചെയ്യും. അവ മോശം വാർത്ത കൊണ്ടുവരുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. എന്തൊക്കെയായാലും ഇന്നിപ്പോൾ ആ വാർത്ത കേട്ടിരിക്കുകയാണ്.